ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ ഭയങ്കര സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം ആദ്യം തന്നെ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കുന്നത് എന്താ ഇന്ന് ഭയങ്കര ഒരുങ്ങിക്കെട്ടി വന്നിങ്ങനെ. സത്യം പറഞ്ഞാൽ ഒരു ഷോർട്സ് എടുക്കാനുണ്ടായിരുന്നു. അപ്പം ഷോർട്സ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു തന്നെ നമുക്കൊരു ലോങ് വീഡിയോയും കൂടെ ചെയ്യാം. കുറച്ച് പേർക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ ഓർത്തു. അതുകൊണ്ടാണ് ഞാനിന്ന് ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം ഇട്ട് വന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഞാൻ സിമ്പിൾ ഡ്രസ്സാണ്, വീട്ടിലിരുന്ന ഡ്രസ്സ് തന്നെയാണ് ഞാനിട്ട് വീഡിയോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നെന്താ ഇന്ന് ഇത്തിരി ഗ്രാൻഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് കുറച്ച് പേർക്കാണെങ്കിൽ കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ചിലരാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, മറ്റു ചിലരാണെങ്കിൽ എന്നെ അറിയാവുന്നവർ ഡയറക്റ്റ് വന്ന് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അമ്മയോട് വന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഓർത്തു അതൊരു ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഡൗട്ട്സ് ഉള്ളവർക്ക് അത് ക്ലിയർ ആക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര മറവി രോഗമാണ്. അത് കാരണം ഞാനിങ്ങനെ എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന്. അപ്പോൾ നമുക്ക് നോക്കാമേ. ആദ്യം എല്ലാവരും ഡൗട്ട് എന്ന് പറയുന്നത് വീഡിയോ ചെയ്യാൻ എവിടെ നിന്നാണ് ഇത്രയും ടൈം കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ ചെയ്യാൻ ടൈമേ കിട്ടാറില്ല. ഞാൻ ഇല്ലാത്ത ടൈം ഞാൻ ഉണ്ടാക്കിയെടുക്കുവാണ് ഇപ്പം. എന്ന് വെച്ചാൽ എനിക്ക് ഈവനിങ് എൻ്റെ ഡ്യൂട്ടി അറിയാമല്ലോ, ഞാൻ നേഴ്സാണ്. അപ്പോൾ എനിക്ക് ഷിഫ്റ്റ് അനുസരിച്ച് വേണം ഡ്യൂട്ടിക്ക് പോകാനായിട്ട്. ചിലപ്പോൾ മോർണിംഗ് ഡ്യൂട്ടി ആയിരിക്കും, ചിലപ്പോൾ ഈവനിങ് ഡ്യൂട്ടി ആയിരിക്കും, ചിലപ്പോൾ നൈറ്റ് ആയിരിക്കും. അപ്പോൾ നൈറ്റ് ഓഫ് വരുന്ന ഡേയും ഞാൻ ഉറങ്ങുന്നതിൻ്റെ ടൈമിൽ ഉറങ്ങുന്നില്ല. കാരണം ആ ഡേയും ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ബിസിയാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഷോർട്സ്, വീഡിയോസ്, യൂട്യൂബ് അങ്ങനെയാണ്. കാരണം എനിക്കിഷ്ടമുള്ള രണ്ടിതും ഞാൻ ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഇപ്പം ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പം നേഴ്സിംഗ് ആണെങ്കിൽ തന്നെ എല്ലാവർക്കും അറിയാം ഭയങ്കര സ്ട്രെസ്സായിട്ടുള്ളൊരു ജോബാണ്. അത് ഇഷ്ടമുള്ളവർക്ക് ഓക്കെ, അവർക്ക് ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഓപ്പണായിട്ട് പറയാം, എനിക്ക് നേഴ്സിംഗ് അത്ര വലിയ താല്പര്യമില്ലാത്ത ഒരു ജോബായിരുന്നു കേട്ടോ. എനിക്ക് +2 കഴിഞ്ഞിട്ടാണെങ്കിൽ വേറെ നമ്മുടെ മനസ്സിലൊന്നും വരുന്നില്ല. എല്ലാവരും പറഞ്ഞ് നേഴ്സിംഗ് എടുക്ക്, പെട്ടെന്ന് ജോലി കിട്ടും, സെറ്റിലാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓർത്താൽ എന്നാൽ ഓക്കെ, നമ്മൾ വേറെ ഒരു കോഴ്സ് എടുക്കുന്നതിനെക്കാട്ടും നല്ലത് എന്തും കൊണ്ട് നേഴ്സിംഗ് ആണെന്ന് എനിക്ക് അന്ന് തോന്നി. പക്ഷേ എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടാ. ഞാൻ എത്ര വേണമെങ്കിലും കഷ്ടപ്പെട്ട് പഠിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഠിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ പ്ലാനും അത് തന്നെയാണ്. എനിക്ക് MSc എടുക്കാൻ ഭയങ്കര താല്പര്യമാണ് കേട്ടോ. BSc ഇപ്പം ഞാൻ BSc ആണ്. എനിക്ക് MSc എടുക്കണം, പഠിപ്പിക്കണം, അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എനിക്ക് ഈ പേഷ്യൻസ് സൈഡിൽ ജോലി ചെയ്യുന്നതിനെക്കാട്ടി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും അത് തന്നെയാണ്. അതാകുമ്പോൾ നമുക്ക് പഠിപ്പിച്ചാൽ പോരെ, നല്ലൊരു ജോബായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഫ്യൂച്ചർ പ്ലാനാണ് കേട്ടോ, ഇതെല്ലാം നടക്കട്ടെ. അപ്പോൾ വൺ സൈഡ് ഞാൻ നേഴ്സിംഗ് കൊണ്ടുപോകുന്നുണ്ട്, വൺ സൈഡ് ഞാൻ യൂട്യൂബ് ചാനൽ ഞാൻ കൊണ്ടുവന്നെന്തെന്നറിയാവാ. ഇപ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ എന്നിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, വേറെ പണിയില്ല, നേഴ്സിംഗ് നമ്മളിപ്പം ജോലി കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങാനുള്ളതിന് എന്തിനാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്, വേറെ ജോലിയില്ലേ, ഇതിനൊക്കെ എങ്ങനെ ടൈം കിട്ടുന്നതെന്നൊക്കെ. ഗൈസ്, എനിക്ക് ഇൻട്രസ്റ്റ് അതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. എനിക്കറിയത്തില്ല അത് എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന്. എൻ്റെ പേരൻസിന് നന്നായിട്ട് തന്നെ അറിയാൻ കേട്ടാ. എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഞാൻ എന്താണോ അവർക്ക് നന്നായിട്ട് അറിയാം. പണ്ട് അവരാണെങ്കിൽ ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുമ്പോഴില്ലേ എന്നെ സപ്പോർട്ടേ ചെയ്യത്തില്ലായിരുന്നു. അച്ഛന് ഭയങ്കര എതിർപ്പായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ എന്തിനാ പറഞ്ഞു ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്, വേണ്ട, നാട്ടുകാരെന്ത് പറയും, അവരെന്ത് പറയും, ഇതെന്ത് പറയും, എന്താ ജോലി ഉണ്ടല്ലോ, ജോലിക്ക് അത് പോരെ എന്നൊക്കെയായിരുന്നു അന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവർക്കറിയാം അവരുടെ മോൾക്ക് എന്താണോ ഇഷ്ടം അത് അവൾ ചെയ്തോട്ടെ എന്നാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു ഇത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് യൂട്യൂബ് ചാനൽ എന്താണെന്ന് അറിയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇപ്പം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും എന്തെങ്കിലും സ്ട്രെസ്സോ കാര്യങ്ങളോ എന്തെങ്കിലും വിഷമങ്ങളോ, എനിക്ക് എപ്പോഴും വിഷമങ്ങളേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഓർക്കും ഞാൻ ഭയങ്കര പോസിറ്റീവാണ്, ഞാൻ എപ്പോഴും ചിരിച്ചും കളിച്ചുമാണ്, ഈ കൊച്ചിന് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഇതും ഇല്ലേന്ന്. എനിക്ക് എൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും ഫിസിക്കലി മെൻ്റലി എപ്പോഴും അൺസ്റ്റേബിൾ ആയിരിക്കും. പക്ഷേ അത് ഹോസ്പിറ്റലുള്ളത് ഞാൻ ഹോസ്പിറ്റലിൽ ഇട്ടു. വീട്ടിൽ വരുമ്പോഴാണ് വീടാണ് എനിക്ക് സ്വർഗം എന്ന് പറയുന്നത്. വീട്ടിൽ വരുമ്പോൾ തന്നെ എൻ്റെ ആ മൂഡ് അങ്ങ് ചേഞ്ച് ചെയ്തു. ഹോസ്പിറ്റലുള്ളത് ഹോസ്പിറ്റലിലേക്ക് കളഞ്ഞു. വീട്ടിൽ വന്നിട്ട് ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വിഷമങ്ങളും എല്ലാം മാറുന്നത് എനിക്ക് ഈ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം കുറച്ച് പേർക്ക് അതൊരു ശല്യമാകുന്നുണ്ടോ എനിക്ക് തോന്നലുണ്ട് കേട്ടോ. ഒരു ചേട്ടനാണെങ്കിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞാൻ കമൻ്റ് എല്ലാം വായിക്കാറുണ്ട് കേട്ടോ, ഒരു രസമാണ്. അവരത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മളതിന് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ അവർ കമൻറ്റ് ചെയ്യുന്ന ആളെ ശശയിപ്പോത്തില്ലേ. അങ്ങനെ ഒരു ചേട്ടൻ കമൻറ്റ് ചെയ്തായിരുന്നു, തന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, എന്നിട്ടും തൻ്റെ വീഡിയോസാണ് ഞാനിങ്ങനെ യൂട്യൂബ് എടുക്കുമ്പോൾ തന്നെ തൻ്റെ വീഡിയോസാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതെന്ന്. അത് ഞാനിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചാണ് കേട്ടോ വീഡിയോസ് ഇടുന്നത്.
അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. നമ്മൾ എന്തോ പറഞ്ഞു വന്നാൽ എനിക്കിങ്ങനെ ഞാൻ എന്തെങ്കിലും പറയാൻ തുടങ്ങി ഇങ്ങനെ വളവളവളോളോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും, നോൺ സ്റ്റോപ്പ് ഇല്ല കേട്ടാ. നമ്മൾ പറഞ്ഞു വന്നത് വീഡിയോ ചെയ്യാനുള്ള ടൈം എവിടെ നിന്നാണ് കിട്ടിയതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോൾ ഈവനിങ് ഡ്യൂട്ടി ആണെങ്കിൽ ഞാൻ വീഡിയോസ് എപ്പോഴും ചെയ്യുന്നത് മോർണിംഗ് ആയിരിക്കും. അപ്പോൾ ഈവനിങ് ഡ്യൂട്ടി നമുക്കിപ്പോൾ 1:30 സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ 7:30 വരെ നമുക്ക് ഡ്യൂട്ടിയാണ്. 7:30 കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ നമുക്ക് ലൈറ്റിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. പിന്നെ വീഡിയോസ് എടുക്കാൻ നമുക്ക് പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും, മാറി വന്ന് കിടന്നൊന്ന് ഉറങ്ങിയാൽ മതി, ആ ഒരു മൈൻഡിലായിരിക്കും നമ്മൾ വരുന്നത്. അതുകൊണ്ടിട്ട് തന്നെ എനിക്കിപ്പോൾ രാത്രി വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈവനിങ് ഡ്യൂട്ടി ആണെങ്കിൽ ഞാനെപ്പോഴും രാവിലെയാണ് വീഡിയോസ് എടുക്കാറ്. അപ്പോൾ ഈ വീഡിയോസ് എടുക്കാൻ ഞാൻ എന്തോരം ബുദ്ധിമുട്ടുന്നത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റ് പറഞ്ഞാൽ ഞാൻ ഫുഡ് പോലും കഴിക്കാറില്ല. ഫുഡെന്ന് വെച്ചാൽ വീഡിയോസൊക്കെ എടുത്ത് കഴിയാല്ല, അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഇങ്ങനെ വാരിത്തരും, അതൊക്കെയാണ്. അങ്ങനെയാണ് ഞാൻ ഫുഡൊക്കെ കഴിക്കാറുള്ളത്. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റിട്ടാണെങ്കിൽ ഈ വീഡിയോസ് ഞാൻ തലേ ദിവസം ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും, എന്തൊക്കെ വീഡിയോസ് ഇന്ന് ചെയ്യാം, അങ്ങനെ ടൈം മാനേജ്മെൻറ്റ് ചെയ്യും. എന്നുവെച്ചാൽ അപ്പോൾ നമുക്ക് അതനുസരിച്ച് നമുക്ക് ഓരോ വീഡിയോസിനും ഓരോ ടൈം വെച്ച് എടുക്കാമല്ലോ. കാരണം എനിക്ക് ഈവനിങ് ഡ്യൂട്ടിക്കും കൂടെ പോകേണ്ടതല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് എടുക്കാറുള്ളത്. പിന്നെ രാവിലെ തന്നെ ഞാൻ ഈ ചെറുവറ ഇങ്ങനെ വീഡിയോ ഇടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂട്യൂബിൽ നിന്ന് എനിക്കറിയത്തില്ല അല്ലാതെ എങ്ങനെ എടുക്കുന്നതെന്ന് കേട്ടോ. യൂട്യൂബിൽ ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് അതിന് ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ അത് അപ്പം തന്നെ അത് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുകൊണ്ടിട്ട് ഞാൻ ഒരു വീഡിയോ കാണുമ്പോൾ അത് അപ്പോൾ തന്നെ അത് അപ്ലോഡ് ചെയ്ത് പോവുകയാണ്. അതുകൊണ്ടിട്ടാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ രാവിലെ കയറി വരുന്നത്. കാരണം രാവിലെയാണ് എനിക്ക് ടൈം കിട്ടുന്നത്. അപ്പോൾ ഇത്രയും വീഡിയോസ് ചെയ്താലേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടത്തുള്ളൂ. എൻ്റെ ഇത് പറയുക കേട്ടോ, ചിലർക്കൊക്കെ ഒരു വീഡിയോസിലൊക്കെ കൂടെ നല്ല സബ്സ്ക്രൈബേഴ്സ് കയറും. പക്ഷേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഇപ്പോൾ ഒരു ദിവസം കൂടിപ്പോയ ഒരു 10 സബ്സ്ക്രൈബർ എങ്കിലും കയറി അങ്ങനെയാണ് കേട്ടോ. ഇപ്പം മുൻപൊക്കെ എനിക്ക് ഒരു സബ്സ്ക്രൈബർ പോലും കയറാത്ത ദിവസങ്ങളുണ്ട്. കാരണം ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ എടുത്തെടുത്ത് നോക്കും, ഇന്നത്ര കയറി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരിക്കുമേ. കാരണം ഒരു സബ്സ്ക്രൈബർ പോലും കൂടുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കും, ഞാൻ ഇനി എങ്ങനെ എന്ത് കണ്ടൻറ്റൊക്കെ ഉപയോഗിച്ചാണ് ഇങ്ങനെ സബ്സ്ക്രൈബറിനെ കൂട്ടേണ്ടത് എന്നൊക്കെയാണ് ഇങ്ങനെ ഓർക്കും. അപ്പോൾ എനിക്ക് അന്ന് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത്യാവശ്യം കയറി വരുന്നുണ്ട്. ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നത് കേട്ടോ. നമുക്കിപ്പോൾ 1.50K അടിക്കാറായെന്ന് വെച്ചാൽ 1.47 എങ്ങാണ്ട് ആയിട്ടുള്ളൂ കേട്ടോ. ഇനിയും കിടക്കുന്നു. ടൈം ഉണ്ടല്ലോ, ചെയ്ത് വരാം. അപ്പം കയറുവാണെങ്കിലോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതായിരുന്നു, വീഡിയോ ചെയ്യാനുള്ള ടൈം. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ടൈം മാനേജ് ചെയ്തെടുക്കുന്നത് കേട്ടോ. രാവിലെയാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്യാറ്. അത് അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് കുറേ വീഡിയോസ് ഞങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഫീഡിലേക്ക് കയറി വരുന്നത്. പിന്നെ നെക്സ്റ്റ് ചോദ്യം വരുന്നത്, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലുള്ളത് എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, അനിയനാണ് ഉള്ളത്. അവനാണെങ്കിൽ 10th പഠിക്കുക കേട്ടോ. അവൻ്റെ സ്കൂളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അവൻ്റെ പേര് പോലും പറയുന്നത് ഇഷ്ടമല്ല വീഡിയോസിൽ. ഞാനൊരു ഷോർട്സ് ചെയ്തിട്ടേ അതിനതൊരു കരയുന്ന ഇതായിരുന്നേ, കാരണം എനിക്ക് പനി പിടിച്ചെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ 4 പേരാണ് വീട്ടിലുള്ളത്. അമ്മൂമ്മ ഉണ്ടായിരുന്നു, അമ്മൂമ്മ മരിച്ചുപോയി. അത് ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞാൽ പിന്നെ ഞാനിങ്ങനെ ഷോക്കാവും, കരച്ചിലാവും. പവിക്കുട്ടനാണെങ്കിൽ എൻ്റെ അനിയൻ്റെ പേരാണ് കേട്ടോ പവി. അവൻ എൻ്റെ വീഡിയോസ് ഒന്നും കാണാറില്ല. പിന്നെ പേര് പറഞ്ഞാലും കുഴപ്പമില്ല. അവൻ്റെ പേര് പവി എന്നാണ്, പവി മോഹൻ. എൻ്റെ പേര് പാർവതി മോഹൻ എന്നാണ് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ 10th പഠിക്കുവാണ്. ഞാനും അവനുമായിട്ട് 10 വയസ്സിന് ഡിഫറൻസാണ് ഉള്ളത്. എൻ്റെ കൊച്ചനിയനാണ്. പക്ഷെ ഇപ്പോൾ എന്നെക്കാട്ടി വലിയ ചെറുക്കനായവൻ. അതാണ് എല്ലാവരും ചോദിച്ചത്. പിന്നെ അടുത്ത ചോദ്യം, എനിക്ക് എത്ര വയസ്സുണ്ടെന്നാണ് കേട്ടോ. എന്നെ കണ്ടാൽ എത്ര വയസ്സുണ്ടെന്ന് പറയും ഗൈസ്. ചിലരൊക്കെ എന്നെ കണ്ടാൽ ഭയങ്കര വയസ്സുള്ളതായിട്ട് പറയും, ചിലതൊക്കെ ഒട്ടും വയസ്സില്ലാത്ത പോലെ പറയും. അത് നമ്മളിടുന്ന ഓരോ ഡ്രസ്സ് അനുസരിച്ചിരിക്കും കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ഈ കോസ്റ്റ്യൂം ആകുമ്പം എനിക്ക് ഇത്തിരി മെച്യൂർഡായിട്ട് ഒരു മെച്യൂരിറ്റി ഫീൽ തോന്നുന്നുണ്ടല്ലോ. ഒരു 10-24 വയസ്സൊക്കെ തോന്നത്തില്ലേ? അത് അതിനെക്കാട്ടി അമ്മച്ചിയായിട്ട് തോന്നുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഈ മോഡേൺ ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് കുറച്ച് പ്രായം കുറവായിട്ട് എനിക്ക് തന്നെ തോന്നാറുണ്ട്. ഇങ്ങനെ സ്കേർട്ടൊക്കെ ഉണ്ടല്ലോ, സ്കേർട്ടും ടോപ്പും ഒക്കെ ഇടാൻ നേരത്തെ എനിക്ക് കുറച്ച് പ്രായം കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ചോദിക്കും, സ്കൂളിൽ പഠിക്കുവാണോ, എത്രാം ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്, ഡിഗ്രി ചെയ്യുവാണോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ വയസ്സെന്ന് പറയുന്നത് 25 വയസ്സാണ്. ഞാൻ 2000 കേട്ടോ ജനിച്ചത്. ഇപ്പോൾ 2025 ആയില്ലേ. എനിക്ക് 25 ഇയേഴ്സ് ഉണ്ട്. എൻ്റെ ബർത്ത്ഡേ വരുന്നത് December 26 ക്രിസ്മസിന് തൊട്ട് പിറ്റേ ദിവസം. ക്രിസ്മസിനായാൽ മതിയായിരുന്നല്ലേ, എന്ത് ചെയ്യാം, 26 ആയിപ്പോയി. അപ്പോൾ അതാണ് കുറച്ച് പേരുടെ ഡൗട്ട് കേട്ടോ. ഇനി
ആ ഇനി വേറെ ഉള്ളവരുടെ ഡൗട്ട്, വീട്ടിൽ ജോലിയൊന്നും ചെയ്യാറില്ലേ, എപ്പോഴും വീഡിയോസ് ആണല്ലോ ചെയ്യുന്നത്, എന്തോരം അമ്മേനെ ഹെൽപ്പ് ചെയ്യാറില്ലേ എന്നൊക്കെയാണ് അടുത്ത കുറച്ച് പേരെ ഡൗട്ട് കേട്ടോ. ഇതൊന്നും കമൻറ്റ് ബോക്സ് നിങ്ങൾ ചിലപ്പോൾ കാണാറില്ല. നിങ്ങൾ ഓർക്കുന്നത് ഞാൻ തന്നെത്താനെ ഉണ്ടാക്കി ഇവള് മറ്റുള്ളവരുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി തന്നെത്താനെ ഉണ്ടാക്കി എഴുതിയതായിരിക്കും. പക്ഷെ ഒരിക്കലും അല്ല ഗൈസ്, ഇതൊക്കെ എന്നിടയ്ക്ക് നേരിട്ട് വന്ന് ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഇങ്ങനെ തമാശക്ക് ചോദിക്കുന്നതായിരിക്കും. എനിക്ക് ചോദിക്കും, മോളെ വീട്ടിൽ ജോലിയൊന്നും ചെയ്യാറില്ലേ, എപ്പോഴും വീഡിയോസ് ചെയ്യുന്ന കാണാമല്ലോ, അമ്മേനൊക്കെ സഹായിക്കണ്ടേ മോളേനൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള റിപ്ലൈ ആണ്, ഞാൻ നന്നായിട്ട് ജോലി ചെയ്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത്. ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്യുന്നവർക്കാണെങ്കിലും, ഹോസ്പിറ്റൽ ഡ്യൂട്ടി മാത്രമല്ല, അല്ലാത്ത ഏതൊരു പ്രൊഫഷനാണെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട്. മനസ്സിലായി? ഇപ്പം വീട്ടിലെ ജോലിയാണെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട്. അതുപോലെ തന്നെ പുറമേ ഉള്ള എന്തിനാണെങ്കിലും നമുക്ക് ഭയങ്കര കഷ്ടപ്പെട്ട ജോലിയായിരിക്കും, എസ്പെഷ്യലി മെഡിക്കൽ ഫീൽഡ്. ഞാൻ പറയേണ്ടതായിട്ട് ആവശ്യമില്ലല്ലോ. ഇപ്പം നേഴ്സിംഗ് ആണെങ്കിൽ ഭയങ്കര പാടുള്ള ജോലിയാണ് കേട്ടോ, ഭയങ്കര സ്ട്രെസ്സായിട്ടുള്ള ജോലിയാണ്. ഫിസിക്കലി മെൻ്റലി അൺസ്റ്റേബിൾ ആയിരിക്കും നമുക്ക് എന്താണ്, നമുക്ക് ഉറക്കം കിട്ടുന്നില്ല, കറക്റ്റ് ടൈമിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പോലെ തന്നെ കണ്ടില്ലേ? പക്ഷെ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. എനിക്ക് കഴിച്ചില്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വൊമിറ്റ് ചെയ്യാൻ വരും. എനിക്കത് കാരണം കറക്റ്റ് ടൈമിന് എനിക്ക് കഴിക്കണം. പിന്നെ നമുക്ക് വെള്ളം കുടിക്കാൻ ടൈം കിട്ടത്തില്ല. അതിനൊക്കെ നമുക്ക് കുറേ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എൻ്റെ അടുക്കെ ചോദിക്കുന്നവർ, ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നത്. ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടും പിന്നെ ഞാൻ ഇവിടുത്തെ ജോലി ചെയ്യുവാണെങ്കിൽ പിന്നെയും ഞാൻ ഇതായി പോകും. അപ്പം എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ലേ ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ യൂട്യൂബ് വീഡിയോ ടൈം കണ്ടുപിടിച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തുവിടെ ഗൈസ്. ഈ ചെറിയ ചെറിയ നെഗറ്റീവ് കണ്ടുപിടിക്കാതെ പോസിറ്റീവ് കൂടെ കണ്ടുപിടിക്കാം. അപ്പോൾ കേട്ടോ, ഞാൻ പിന്നെ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ അമ്മേനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ, ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ. എനിക്ക് ഫുഡൊന്നും ഉണ്ടാക്കാൻ അത്ര വലിയ പിടുത്തമില്ല, എന്നാലും ഞാൻ ഉണ്ടാക്കും. ഭയങ്കര പ്രൗഡായിട്ട് ഞാൻ പറയുമല്ല ഏട്ടാ, ഓപ്പണായിട്ട് പറയില്ല. എന്തിനാണ് വെറുതെ കള്ളത്തരം പറയുന്നത്? എനിക്ക് അങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയത്തില്ല. ഞാൻ ഉണ്ടാക്കുവാണെങ്കിൽ തന്നെ ആരും കഴിക്കാറില്ല. പിന്നെ പവിക്കുട്ടൻ കഴിക്കാറുണ്ട് കേട്ടോ. ഇപ്പം ഈവനിങ് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ അവൻ കഴിക്കാറുണ്ട്, അവൻ അതൊക്കെ ഇഷ്ടമാണ്. അല്ലാതെ ഈ തോരനും മീൻകറിയും അതൊന്നും ഉണ്ടാക്കാൻ എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ പിന്നെ ഉണ്ടാക്കുന്ന ഒറ്റ ഒരു സാധനമാണ് ഇത്, നമ്മൾ ഈ കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കത്തില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഞാൻ ഉണ്ടാക്കാറുണ്ട്. അത് നല്ല ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയോ. ഞാൻ സ്വന്തമായിട്ട് പറയും എനിക്കിഷ്ടമാണ്, ഞാൻ ഉണ്ടാക്കുന്നില്ല എനിക്കിഷ്ടമാണ്, ഞാൻ കഴിക്കാറുണ്ട്. ഒരു ദിവസം ഞാനുണ്ടല്ലോ, ഈ ചെമ്മീനൊക്കെ ഒന്നാമത് ഭയങ്കര വിലയല്ലേ നമ്മുടെ അങ്ങോട്ടൊക്കെ, ചെമ്മീനൊക്കെ എല്ലായിടത്തും വിലയാന്ന് തോന്നുന്നു. ഒരു ദിവസം ഞാൻ ചെമ്മീനൊക്കെ നല്ല കഴുകി നല്ല വൃത്തിയാക്കി, അത് ഞാനാണെങ്കിൽ എന്തുവാണ് ചെമ്മീൻ, എന്താ സാധനത്തിൻ്റെ പേര്, നമ്മൾ മുളക് പൊടിയും സവാളയും ഒക്കെ ഇട്ട് മെഴുക്കുവരട്ടിയല്ലോ, ഒരിത് ഉണ്ടാക്കത്തില്ലേ, അത് ഞാൻ ഉണ്ടാക്കി. എന്നിട്ടാണെങ്കിൽ ഈ മുളക് പൊടി പിരിയമുളകും മറ്റേ എന്തുവാ ഞാനീ പറയുന്നത്, ഒരു മുളക് പൊടി ഉണ്ടല്ലോ ഭയങ്കര എരിവുള്ള മുളക് പൊടി, കളർഫുള്ളായിട്ടുള്ള. ഞാനപ്പം ഇതിട്ടിട്ട് ആ മുളക് പൊടിക്ക് കളറില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനിങ്ങനെ ഇട്ടപ്പം കറക്കി ഇത്തിരി കളറില്ലാത്ത പോലെ തോന്നി. അപ്പോൾ ഞാൻ പിന്നെയും അത് വാരിയിട്ട് മുളക് പൊടി, എന്നിട്ട് ഭയങ്കര എരിവ് കൊണ്ടാണെങ്കിൽ എനിക്ക് തന്നെ കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ അത് അത്രയും വേസ്റ്റായി, എങ്ങനെ കഴിക്കും? ആർക്കും കഴിക്കാൻ പറ്റത്തില്ല. നമ്മൾ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാൽ തന്നെ നമുക്ക് ഭയങ്കര എരിവായിട്ട് തോന്നും. അങ്ങനെ അത് ആരും കഴിച്ചില്ല, എന്നിട്ട് അതുകൊണ്ട് കളഞ്ഞു. എനിക്കൊക്കെ വിഷമമായിപ്പോയി. ഒന്നാമത് നമുക്ക് ഫുഡിൻ്റെ വാല്യൂ നമുക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് ഹോസ്പിറ്റലാണെങ്കിലും കറക്റ്റ് ടൈമിനെ കഴിക്കാൻ പറ്റുന്നില്ല അതൊക്കെ. അപ്പോൾ ഇതുകൊണ്ട് കളഞ്ഞതിൽ ഇത്രയും വലിയോടെ സാധനം, എനിക്കതൊക്കെ സങ്കടമാണ്. ഞാൻ എന്നിട്ട് എന്തെന്നറിയാവാ, ഞാൻ എന്നിട്ട് കളയാൻ ബുദ്ധിമുട്ടായിട്ട് ഞാൻ വെള്ളത്തിലിട്ട് കഴുകിയിട്ട് ഞാൻ കഴിച്ചു. അപ്പോൾ ഇങ്ങനെ പുഴുങ്ങിയ സാധനമല്ലേ, നല്ലതല്ലേ, പ്രോട്ടീനല്ലേ, കഴിച്ചു. അതാണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ. ഇനി കുറച്ച് പേരുടെ ചോദ്യം, ഫുൾ ടൈം വീട്ടിൽ തന്നെ ആണല്ലോ, പുറത്തൊന്നും പോകാറില്ലേ? പുറത്തത്തെ വീഡിയോസും കൂടെ എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന്. പുറത്ത് പോകാൻ എനിക്ക് സമയമില്ലാത്ത സമയത്ത് ഞാൻ എങ്ങനെയാണ് പുറത്ത് പോകുന്നത്? ജോലി കഴിഞ്ഞാൽ വീട് കഴിഞ്ഞാൽ ഡ്യൂട്ടി, അങ്ങനെ ആയിരിക്കും. പിന്നെ ഒരു ഡേ ഓഫ് കിട്ടുന്ന സമയത്ത് നമുക്ക് പുറത്ത് പോകാനായിട്ടൊന്നും തോന്നത്തില്ല. മാർക്കിടന്ന് ഉറങ്ങുക, കുറേ വീഡിയോസ് എടുക്കുക, അതൊക്കെയാണ് എൻ്റെ മൈൻഡിലുള്ളത്. പുറത്ത് പോകാനൊന്നും സമയമില്ല കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു 2-3 ദിവസമൊക്കെ കിട്ടണം, നമുക്ക് ഓഫ് 2-3 ദിവസമൊക്കെ കിട്ടണം, എന്നാലേ നമുക്ക് പുറത്ത് പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് അങ്ങനെയൊന്നും ഓഫ് കിട്ടാറില്ല ഗൈസ്. ഒരു ദിവസം മാത്രമേ, ഇപ്പോൾ നൈറ്റ് 3 ഡേ നൈറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 4ാമത്തെ ദിവസം നൈറ്റ് ഓഫ് കിട്ടും. അതുപോലെ തന്നെ ഡേ ഓഫ് അങ്ങനെയൊക്കെ ആയിരിക്കും. അതുകൊണ്ടല്ല, നമ്മൾ മാനേജ് ചെയ്യണ്ടേ, എന്നിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കണം. അതുകൊണ്ട് പുറത്ത് പോകാനൊന്നും സമയമില്ല കേട്ടോ.
പിന്നെ കുറച്ച് വേറെ ചോദ്യമാണ്. ഇതാണെങ്കിൽ എൻ്റെ മിക്കവരും എൻ്റെ കാണുമ്പോൾ ചോദിക്കാറുള്ളതാണ്, ഇത്രയും കോസ്റ്റ്യൂം എവിടെ നിന്നാണ് എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് എടുക്കുന്ന നമ്മുടെ ഈ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെ ആരെങ്കിലും തരുന്നതാണോ അല്ലെങ്കിൽ ഇതിന് വീഡിയോസിന് വേണ്ടിയിട്ട് ഇങ്ങനെ മേടിക്കാറുള്ളതാണോന്ന്. ഞാൻ അത്രയും റിച്ചൊന്നുമല്ല ഗൈസ് വീഡിയോസിന് വേണ്ടിയിട്ട് എപ്പോഴും ഡ്രസ്സ് വാങ്ങാനായിട്ട്. ഞാൻ ഡ്രസ്സ് വാങ്ങാറുള്ളത് മിക്കതും മീഷോയിൽ, ഫ്ലിപ്കാർട്ട്, അജിയോ അതിനകത്തൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ സ്റ്റുഡിയോയിൽ പോയി അങ്ങനെ വാങ്ങാറുണ്ട്. എനിക്ക് ചിലർക്കാണെങ്കിൽ ഈ മീഷോന്ന് എടുക്കുന്നത് ഇഷ്ടമല്ല. കാരണം ചിലർ പറയുന്ന ഡ്രസ്സ് പെട്ടെന്ന് ഫെയ്ഡായി പോകുന്നൊക്കെ. പക്ഷേ എൻ്റെ മിക്ക ഡ്രസ്സും ഞാൻ കൂടുതലും ഇടുന്നത് സ്ലീവ്ലെസ് ആയിട്ടുള്ള കുർത്തി ടോപ്പായിരിക്കും. ഞാൻ കൂടുതലും അങ്ങനത്തെ ഡ്രസ്സാണ് ഇടാറുള്ളത്. അപ്പോൾ അതെല്ലാം ഞാൻ ഫ്ലിപ്കാർട്ട്, മീഷോന്ന് വാങ്ങിക്കാറുള്ളതാണ് കേട്ടോ. അതാണ് അതിൻ്റെ തന്നെ കൂടുതൽ റിവ്യൂസ് ഞാൻ എൻ്റെ ഈ ഷോർട്സിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ്. കാരണം ഒരു 300 സംതിങ്, 400 സംതിങ്, 200 സംതിങ്ങിന് വരെ ടോപ്പ് കിട്ടാറുണ്ട് കേട്ടോ. എനിക്കത് അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഞാനിങ്ങനെ എപ്പോഴും എനിക്ക് ഹോസ്പിറ്റലിൽ മാത്രമേ യൂസ് ചെയ്താൽ മതിയല്ലോ. ജസ്റ്റ് അങ്ങ് പോകുക, പിന്നെ അത് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പിന്നെ നമ്മുടെ യൂണിഫോം ഇടും. പിന്നെ നമുക്ക് ഒരുപാട് ഡ്രസ്സിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ എടുക്കുന്നത് അതിനകത്തു നിന്നാണ് കേട്ടോ. പിന്നെ ഈ ഞാനിടുന്ന ഡ്രസ്സൊക്കെ എൻ്റെ തന്നെയാണ്. ഞാൻ ആരോട് പോയി ചോദിക്കാനാണ്, ഇതെല്ലാം എൻ്റെ ഡ്രസ്സ് തന്നെയാണ്. പിന്നെ അമ്മയുണ്ടല്ലോ, ഞാൻ നേരത്തെ ഒരു വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മയും ഞാനും ഞങ്ങൾ സൈസ് സെയിം ആയതുകൊണ്ട് തന്നെ അമ്മയുടെ ഡ്രസ്സ് എനിക്കും എൻ്റെ ഡ്രസ്സ് അമ്മയും ഞങ്ങൾ അങ്ങനെ മാറിയിടാറുണ്ട്. അങ്ങനെയൊക്കെയാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഈ സാരിയൊക്കെ കണ്ടോ, ഇതൊക്കെ എൻ്റെ അമ്മയുടെ സാരിയാണ് കേട്ടോ. ഈ ബ്ലൗസും എൻ്റെ അമ്മയുടെ സാരിയാണ്. എല്ലാം എനിക്ക് കറക്റ്റാണ്. അമ്മയാണെങ്കിൽ സാരി ഉടുക്കാറില്ല. അമ്മക്ക് ഒത്തിരി സാരിയുണ്ട്, എന്നാലും അമ്മ സാരി ഉടുക്കാറില്ല. എന്നെ നമുക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ല. അമ്മ ഫുള്ള് ചുരിദാറാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഈ സാരീസൊക്കെ ചുമ്മാ ഇരിക്കുമല്ലേ. അപ്പോൾ ഇപ്പോൾ വീഡിയോസിനാണെങ്കിലും നമുക്ക് അത് യൂസ്ഫുള്ളാണ്. അതുകൊണ്ടിട്ട് ഞാൻ ഇടുന്നതേ ഉള്ളൂ കേട്ടോ. അതാണ് കുറച്ച് പേരെ ഡൗട്ട്. പിന്നെ കുറച്ച് പേരെ ഡൗട്ടാണ്, ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുന്നത് അമ്മയും ഞാനും ആയിട്ടായിരിക്കുമല്ലോ, എന്തുകൊണ്ട് അച്ഛനെയും എനിക്ക് അനിയനുണ്ടെന്ന് മിക്കവർക്കും അറിയത്തില്ല കേട്ടോ. എല്ലാവരും ഓർത്തിരിക്കാൻ ഞാൻ ഒറ്റ മോളാണെന്ന് പറയായിരിക്കും. ഒറ്റ മോളല്ല, എനിക്കൊരു അനിയനുണ്ട്. എന്നെക്കാട്ടി 10 വയസ്സിന് ഇളയതാണ് അവനിപ്പോൾ 15 വയസ്സും എനിക്ക് 25 വയസ്സുമാണ്. എന്തുകൊണ്ടാണ് അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാത്തത്? അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ അവർ വരണ്ടേ? വരാത്ത ആൾക്കാരെ ഞാൻ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാനാണ്? എൻ്റെ പവിക്കുട്ടൻ പറയുന്നത് വെച്ചാൽ പവിക്കുട്ടൻ്റെ ഫ്രണ്ട്സ് കളിയാക്കും, സ്കൂളിൽ പോകുമ്പോൾ എല്ലാവരും കളിയാക്കും. അവനെ യൂട്യൂബിൽ കണ്ടെന്നും പറഞ്ഞ് എന്ത് കളിയാക്കാനാണ്? നല്ലൊരു പ്ലാറ്റ്ഫോം അല്ലേ, അതിനകത്ത് കണ്ടെന്നും പറഞ്ഞ് കളിയാക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് കുറച്ച് ഞാൻ ഇതായുമല്ലോ, നമുക്ക് എന്തെങ്കിലും നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇടുന്നു. നല്ല കാര്യമല്ലേ അത്? എന്ത് കളിയൊക്കെ ആയിരിക്കും, നമ്മൾ നല്ല വീഡിയോസ് അല്ലേ ചെയ്യുന്നത് അല്ലേ? നമ്മളല്ലാതെ മോശം വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവനെ കളിയാക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നെ കളിയാക്കുന്ന ഫ്രണ്ട്സ് നോട്ട് ദ പോയിന്റ് കേട്ടല്ലോ. അവൻ എന്നെ കളിയാക്കല്ലേ. അതുകൊണ്ടാണ് നിങ്ങൾ കളിയാക്കുന്നതുകൊണ്ടാണ് അവൻ എൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ വരാത്തത് കേട്ടല്ലോ. പിള്ളേരെ ഇനി കളിയാക്കല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ പവിക്കുട്ടനായിട്ട് വീഡിയോസ് ചെയ്യാനായിട്ട്. കാരണം നമ്മളിപ്പോൾ ചില ഈ ഡുവറ്റൊക്കെ നമ്മൾ ചെയ്യുമല്ലോ. ഇപ്പോൾ അതിനൊക്കെ നമുക്കൊരു ആൺപിള്ളേരെ വേണമല്ലോ. മെയിൽ വെർഷൻ ചെയ്യാനൊരു ചെറുക്കനും പിന്നെ ഫീമെയിൽ ആണെങ്കിൽ എനിക്ക് ആ ഒരു പോർഷൻ ചെയ്യാനായിട്ടും. അപ്പോൾ ഞാൻ ഓർക്കും, വീട്ടിലൊരു ചെറുക്കൻ ഉണ്ടായിട്ട് എനിക്ക് അതുപോലും ചെയ്യാൻ പറ്റുന്നില്ല. ഇവനതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഇവൻ നന്നായിട്ട് ഡാൻസ് കളിക്കും, നന്നായിട്ട് പാട്ട് പാടും, നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ചെറുക്കനാണ്. എന്നിട്ട് ആ ചെറുക്കന് വരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പവിക്കുട്ടനെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. നെക്സ്റ്റ്, അച്ഛനെ ഞാൻ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അച്ഛനും ഈ സെയിം പ്രോബ്ലം തന്നെയാണ്. അച്ഛൻ ഒരു പ്രാവശ്യം എൻ്റെ കൂടെ വീഡിയോ ചെയ്തപ്പോഴാണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ കമൻറ്റ് വന്ന്, ജോർജ് സാറല്ലേ, അതൊക്കെ നല്ലൊരു കമൻ്റ് അല്ലേ അത്? അല്ലേ, നമ്മൾ ഒരു സിനിമ നടിനെ പോലെയൊക്കെ ഇരിക്കുന്നത് പറഞ്ഞാൽ നല്ല കമൻ്റ് അല്ലേ? എനിക്ക് എന്തോരം കമൻറ്റ് വന്നിട്ടുണ്ടെന്ന് അറിയാവാ. അതൊക്കെ ഞാൻ മൈൻഡ് ചെയ്യുന്നുണ്ട്. മൈൻഡ് ചെയ്യാനാണെങ്കിൽ അതേ സമയം കാണത്തുള്ളൂ. ഞാൻ എന്നിട്ട് അച്ഛനോട് പറയാം, അച്ഛൻ വരണം, വീഡിയോസൊക്കെ ചെയ്യണം എന്നൊക്കെ. അതിന് വന്നോളും. ഞാൻ എത്തിരി ഒന്ന് വൈറലാകട്ടെ, അപ്പോൾ വരും അല്ലേ? എന്നെല്ലാവരും വൈറലാക്കണം കേട്ടോ. അതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ചോദ്യം. പിന്നെ എനിക്കറിയാവുന്ന ഒരു കുട്ടിയുണ്ട് കേട്ടോ. അവൾ എൻ്റെ എല്ലാത്തിലും കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവൾ എന്നോടേക്കും ഒരു പ്രാവശ്യം കമൻറ്റ് ചെയ്തായിരുന്നു സ്കിൻ കെയർ, ഹെയർ കെയർ ചെയ്യാനായിട്ട്. എനിക്കൊരു സ്കിൻ കെയറും ഇല്ല. എനിക്ക് പിന്നെ ഒരു ചെറുക്കൻ പറഞ്ഞാണ്, എൻ്റെ ഫേസിൽ മൊത്തം കുരു വരട്ടെ എന്ന്. ക്ലിയർ സ്കിൻ അല്ലേ എന്ന്. എൻ്റെ ഒരിക്കലും ക്ലിയർ സ്കിൻ അല്ല. കാരണം ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് നിറച്ച് പാടാണ് കേട്ടോ, നിറച്ച് പാടാണ്. ഇത് കണ്ട വലിയ ഒരു തുരങ്കം പോലത്തെ സാധനമൊക്കെ ഉണ്ട്. എൻ്റെ ക്ലിയർ സ്കിൻ അല്ല. ഇനി കുരു ഒന്ന് വരാനൊന്നും പ്രാർത്ഥിക്കരുതേ. ഉള്ളത് തന്നെ ഒരു സ്കിൻ കെയർ പോലും ഞാൻ ചെയ്യുന്നില്ല. ഇനി ചെയ്യാത്തതുകൊണ്ടായിരിക്കും ഒന്നും വരാത്തത് മേ ബി. പിന്നെ ഞാൻ ഇടുന്നത് ഞാൻ ഈ ആയുർവേദിക് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഞാൻ ഫേസിൽ ഇടാറുള്ളൂ കേട്ടോ. അല്ലാതെ മറ്റേ
ആ സാധനം ഞാൻ ഇടാറില്ല. ഞാൻ മിക്കതും ഇടുന്നത് മറ്റേ ഇതില്ലേ, രക്തചന്ദനം ഇല്ലേ, രക്തചന്ദനം, പിന്നെ നമ്മുടെ ഇത് കസ്തൂരി മഞ്ഞൾ, പിന്നെന്തുവാ ഈ രക്തചന്ദനത്തിൻ്റെ ആണെങ്കിൽ തടിയും കിട്ടും, അതിൻ്റെ പൊടിയും കിട്ടും. തടിയാണ് ഏറ്റവും നല്ലതെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ തടിയാണെങ്കിൽ അത് നമുക്ക് ഉരച്ചിട്ട് കുറേ സമയം എടുക്കും, പിന്നെ ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ പൗഡർ കിട്ടും വാങ്ങാനായിട്ട്. അങ്ങാടിക്കടയിലാണ് ഞങ്ങൾ അവിടെ നിന്നാണ് വാങ്ങുന്നത്, അമ്പലപ്പുഴയിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ അത് കിട്ടും. അത് കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ട് തേച്ചാൽ മതി. അത് നല്ലതാണ് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ രണ്ടാമത് വരുന്നത് കസ്തൂരി മഞ്ഞൾ. ഈ കസ്തൂരി മഞ്ഞളാണെങ്കിൽ വെയിലത്തിട്ട് നമ്മൾ നന്നായിട്ട് ഉണക്കി കഴിയുമ്പോൾ നല്ലൊരു ക്രിസ്പി പോലെ ഇങ്ങനെ വരും. എന്നിട്ട് അത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ നമുക്ക് തൈര് ഒഴിച്ചിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ പാൽ ഒഴിച്ചിട്ട് യൂസ് ചെയ്യാം. എനിക്ക് ചില സമയത്ത് തൈരിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഭയങ്കര അത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഓയിലി ആയിട്ട് എനിക്ക് തോന്നും. അതുകൊണ്ടിട്ട് ഞാൻ പാലാണ് യൂസ് ചെയ്യാറുള്ളത്. അത് നല്ലതാണ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ മറ്റൊരു ഏലാതി ഗത ചൂർണയോ ഒരു പൗഡറുണ്ട്. അത് ഞാനൊരു ഷോർട്സിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ലത് നമ്മുടെ ഈ പിഗ്മെൻ്റ് ആയിട്ടുള്ള ഈ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറ്റാനായിട്ട് അത് നല്ലൊരു റെമഡിയാണ്. അതും യൂസ് ചെയ്യുക. നമ്മൾ മെനക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഈ പൗഡറൊക്കെ നമുക്ക് കിട്ടുമല്ലോ, അതൊക്കെ നമ്മൾ യൂസ് ചെയ്താൽ മതി. അത് നല്ലതാണ് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ ഹെയറിൽ ഞാനിപ്പോൾ ഒന്നും ചെയ്യാറില്ല. ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ സമയമില്ല. നേരത്തെ ഞാൻ ചെയ്യുമായിരുന്നു, അതിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് മറ്റേ ആര്യവേപ്പിൻ്റെ സംഭവമില്ലേ, അതാണ് ഞാൻ താരൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇടുന്നത്. ഇപ്പോൾ ഞാനൊരു ഓയിൽ ആയുർവേദ ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഞാനൊരു ഷോർട്സ് ആയിട്ട് ഞാൻ ഇടാൻ കേട്ടോ. അത് യൂസ്ഫുൾ ആകുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് വാങ്ങിച്ച് യൂസ് ചെയ്യുക. അത് നല്ല സംഭവം തോന്നുന്നു. ഞാൻ ഇട്ടിട്ടില്ല, ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അത് വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ്. അതെനിക്കിന്ന് യൂസ് ചെയ്യണം. ഇപ്പോൾ താരനില്ല, നല്ല ഇതായിട്ട് കിടക്കുവാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പു അറിയാമല്ലോ, ബി ബ്ലെൻഡിൻ്റെ ഷാമ്പും കണ്ടീഷണറുമാണ് കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു 2 വർഷം ആകാൻ പോകുന്നു അത് തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. കാരണം അത് യൂസ് ചെയ്യുന്നിടത്ത് നമുക്ക് നല്ല ഒരു സിൽക്കി, കാണുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയത്തില്ല, നല്ലൊരു ഇതായിട്ട് കിടക്കും ഹെയർ. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് മുടി വളർത്തണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഗൈസ്? പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കുറച്ച് പേര് ഡൗട്ടാണ്, ഞാൻ മാരീഡ് ആണോ എന്ന്. എന്നെ കണ്ട മാരീഡ് ആണെന്ന് തോന്നാൻ മീൻസ് അങ്ങനെയല്ല, എന്താ ഇങ്ങനെ സിന്ദൂരൊക്കെ ഇടുമ്പം എനിക്കറിയത്തില്ല. എല്ലാവരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, നീ കല്യാണം കഴിഞ്ഞാണോ എന്നൊക്കെ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല ഗൈസ്, കല്യാണം കഴിക്കാൻ ഉദ്ദേശവും ഇല്ല കേട്ടോ. ഉദ്ദേശമില്ലെന്ന് മീൻസ് അങ്ങനെ ഒരാൾ വന്നാൽ ഉറപ്പായിട്ട് കിട്ടും. അങ്ങനെ ഒരാൾ വരട്ടെ. എൻ്റെ വീട്ടിലാണെങ്കിലും കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കര നിർബന്ധമൊന്നുമില്ല കേട്ടോ. അവരാണെങ്കിൽ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള പേരൻസിനാണ് കിട്ടിയത്. പറയാതിരിക്കാൻ വയ്യ. ഇത് വീഡിയോസിന് വേണ്ടി ഞാൻ പറയുമല്ല. എന്നെ അറിയാവുന്നവർക്ക്, എൻ്റെ അച്ഛനും അമ്മേനെയും അറിയാവുന്നവർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. പിന്നെ അതുപോലാണ് അവർ കൊണ്ട് നടക്കുന്നത്. ഇപ്പം ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിലും, എനിക്കിപ്പോൾ പനിയോ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ തന്നെ എന്നെ അതുപോലെയാണ് നോക്കുന്നത്. ബൈസ്റ്റാൻഡേഴ്സ് വരെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇവർ അവളെ തന്നെ ചെയ്തോട്ടെ, എന്തിനാ ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന്. അവിടെ എന്തിനാ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എൻ്റെ അച്ഛനും അമ്മയല്ലേ, എന്നെ എല്ലാവരും ആരെയും ഹെൽപ്പ് ചെയ്യണ്ടല്ലേ. ഞാൻ എന്താ ഇപ്പോൾ പറഞ്ഞു വന്നേ? കല്യാണക്കാര്യം കഴിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയോടൊക്കെ ഇങ്ങനെ ഈ ആരെങ്കിലുമൊക്കെ വന്ന് പറയും കേട്ടോ, പാറുന് 25 വയസ്സായില്ലേ, കല്യാണമൊക്കെ കഴിച്ച് വിട് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അച്ഛൻ പറയും, പാറുന് ഇപ്പോൾ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, പിന്നെ ഞങ്ങൾ എന്തിനാണ് പുഷ് ചെയ്യുന്നത്, അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ അവൾ കെട്ടട്ടെ, അവളെ ഇഷ്ടമുള്ളപ്പോൾ അവരോട് പറഞ്ഞോളും, അന്നേരം കെട്ടിക്കാന്നാണ് പറയുന്നത്. അത്രയേ ഉള്ളൂ. എന്തിനാ വെറുതെ കല്യാണം കഴിക്കണേ? ഇപ്പോഴാണെങ്കിലും നമുക്ക് വീഡിയോസൊക്കെ എടുത്ത് അടിച്ച് പൊളിച്ച് കിടക്കാം. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ലെന്നല്ല, അങ്ങനെ ഒരു ഫാമിലി കിട്ടുന്നത് ലക്കാണ്. എനിക്ക് പിന്നെ പണ്ട് തൊട്ടേ ലക്കില്ലാത്ത കാരണം എനിക്ക് അങ്ങനെയൊന്നും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു എല്ലാം സെറ്റായിട്ട് വരട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒരു 10-28 വയസ്സൊക്കെ ആയിട്ടില്ലേ ഗൈസ്, ഒരു മെച്യൂരിറ്റി ഒക്കെ ആകട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ, അൺമാരീഡാണ്, വേറെ ഒന്നുമില്ലല്ലോ. ഇത്രയേ ഉള്ളൂ. ഇനി വല്ല ചോദ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിൽ ഉണ്ടെയാണ്, ഞാൻ അതിന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. എല്ലാ കമൻസും ഞാൻ
വായിക്കാറുണ്ട്, അതിന് റിപ്ലൈ തരാറുണ്ട്. ഇനി റിപ്ലൈ തന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ കാണാത്തതിൻ്റെ കുഴപ്പമായിരിക്കും കേട്ടോ. കാണുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. പിന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ കൂടുതലും പേര് കമൻറ്റ് ചെയ്യുന്നതാണ് കേട്ടോ, കൂട്ടാക്കുമോ എന്ന് വെച്ചാൽ അവരെന്നെ സബ്സ്ക്രൈബ് ചെയ്തു, ഞാൻ തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന്. ഞാൻ ഉറപ്പായിട്ടും ചെയ്യും ഗൈസ്. അങ്ങനെ ചെയ്യാത്തവരെ ഒന്നും കൂടെ കമൻറ്റ് ഇട്ടോളും, ഞാൻ ചെയ്യുന്നതായിരിക്കും. കാരണം എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതല്ലേ, അപ്പോൾ ഞാൻ അവരെ ചെയ്തില്ലെങ്കിൽ അത് മോശമല്ലേ. അതുകൊണ്ട് തന്നെ മിക്കവർക്കും ഞാൻ കമൻറ്റും ചെയ്യാറുണ്ട്, അവരെ ഞാൻ പോയി സബ്സ്ക്രൈബും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതായിരിക്കും, എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുക, ഷോർട്സ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.